ഹേ ഗൈസ്, പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോളേജിൽ പോകണം. കോളേജിൽ കുറച്ച് പരിപാടിയുണ്ട്. അതാണ് ഇന്നത്തെ വ്ലോഗ്. രാവിലെ കിടിലം മഴ, അതായത് കുറേ നേരം കൊണ്ട് കിടിലം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിടിലം പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പരേഡ് ഉണ്ടായിരുന്നു, അതും കിടിലം മഴയത്തായിരുന്നു, സീനായിരുന്നു അത്. അപ്പോൾ ഈ വർഷം നമ്മൾ നേരെ കോളേജിൽ പോയിട്ട് അവിടെ കോളേജിലായിരിക്കും പരിപാടി. ഈ വർഷം 4Kക്ക് അവിടെ ഇതില്ല, 2Kക്ക് 3Kക്ക് ആണെന്ന് തോന്നുന്നു അവിടെ പരിപാടി. അപ്പോൾ എന്തായാലും ഇന്ന് കോളേജിൽ പോയിട്ട് അതിൻ്റെ ഒരു വ്ലോഗായിരിക്കും. രാവിലെ കിടിലം മഴയൊക്കെ ആയിരുന്നു. ഇനി റെഡി ആവണം. ഇപ്പം ഒരു 7 മണിയായിട്ട്, ഒരു 8 മണി ആകുമ്പോൾ അവിടെ പോകണം, കോളേജിൽ പോകണം. അതാണ് ഇന്നത്തെ വ്ലോഗ്. ഈ ഗൈസ് അങ്ങനെ റെഡിയായി ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇന്ന് കോളേജിൽ പോകണം ഗൈസ്. കോളേജിൽ പരിപാടി ഉണ്ട്, നേരത്തെ പറഞ്ഞായിരുന്നില്ല. വണ്ടി എടുത്ത് ഇനി നേരെ കോളേജിൽ പോകണം. ഈ ഗൈസ് അങ്ങനെ കോളേജിലെത്തി. കുറച്ച് നേരത്തെ ആയി പോയി, മഴക്കോളുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങിയായിരുന്നു. വണ്ടിയിൽ വന്നുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. ആരും വന്നില്ല, പിന്നീട് തുടങ്ങുമായിരിക്കും. പിന്നെ പിയറിലെ സ്കൂളിലും പരേഡൊക്കെ ഉണ്ടെന്നാണ്. പിള്ളേരൊക്കെ അവിടെ നിൽക്കണം, NCCയിലെ പിള്ളേരൊക്കെ. ഗൈസ് കുട്ടിപ്പട്ടി ഫ്ലാഗ് പൊങ്ങിയില്ലെങ്കിൽ കുട്ടികളായിരുന്നാണ് കേട്ടല്ല. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പൂ മാത്രം ഇട്ടുള്ളൂ. അജിഷായിട്ടൂടാ സത്യമായിട്ട് ആദർശാണ് കെട്ടുന്നത്. ഞാൻ ഇതുപോലെ കല്ലക്കാരൻ കാണുന്നത്. കെട്ട് കെട്ട് കെട്ടറിയാന്നുള്ള കെട്ട്. മറ്റേ പഞ്ചിൻ ബാഗാ കെട്ടിട്ട് വലിച്ച്. ഓക്കെ ബൈ. ഓക്കെ ബൈ. Salut, todos, sampai salut. Salut. ആദ്യം അധ്വാനിച്ചവർക്ക്. സിംഗിൾ മുട്ടായൊക്കെ ഉണ്ട്. മുട്ടായി ഞാൻ കൊടുക്കാം. രണ്ടാമത് വാങ്ങാതിരിക്കാനാണ്. വിടാതെ കൊടക്കല്ലേ. പയ്യന് വേണോ? എനിക്ക്
എടാ കൗണ്ട് ഉള്ളതാണ് കേട്ടോ. 3 hours later. ഈ ഗൈസ് അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഗൈസ് വ്ലോഗ് എടുക്കുന്നത്. കാരണം ട്രിവാൻഡ്രം വരെ പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാറിൻ്റെ അവിടെ ട്രിവാൻഡ്രം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും പോയി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ആശംസ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം വരെ പോയായിരുന്നു കേട്ടോ. ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ്. ബാഗ് എടുത്ത് നേരെ പോകുന്നു ഗൈസ്. നേരെ വ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു തന്നെയാണ്. പക്ഷേ വ്ലോഗ് നടന്നില്ല, ഒന്നും നടന്നില്ല. ഒരു 3 മണി അടുപ്പിച്ചായി. കോളേജിൽ ആരുമില്ല, എല്ലാവരും വീടെത്തി. എൻ്റെ വണ്ടി മാത്രമേ ഇരിക്കും. ഓക്കെ ഗൈസ് കോളേജിൽ പോയിട്ട് വന്ന് ഫുള്ള് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് ഇടാണ്ട വീഡിയോ, പിന്നെ കോളേജിലത്തേക്കുള്ള വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം 5. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയായിരുന്നു. അപ്പോൾ ചായയും കുടിച്ച് ഞാൻ ഇന്നലത്തെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതായത് ഫ്രെയിമിന്റെ വർക്ക്, അതും കംപ്ലീറ്റ് ആക്കി. പ്രിന്റ് അടിച്ച് എഡിറ്റിംഗ് ചെയ്ത് എല്ലാം സെറ്റ്. ഇനി ചെന്നിടന്ന് ഉറങ്ങണം ഗൈസ്. ദേവക്ക് നല്ല രീതിയിൽ വേനിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്രെയിംസിന്റെ എന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ന് കുറച്ച് നേരത്തെ ചെയ്ത വർക്കുകളാണ്. കണ്ടില്ലേ, 2 വലിയ ഫ്രെയിംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 അല്ല 3 എണ്ണം, അതായത് A4 ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കണ്ടില്ലേ, 5 ഫോട്ടോയൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കസ്റ്റമർ പറഞ്ഞിരിക്കുന്നതെല്ലാം ബ്ലാക്ക് ഫ്രെയിമിൽ മതിയെന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ബ്ലാക്ക് ഫ്രെയിമിലും അതോടൊപ്പം വൈറ്റിലുമാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നാളെ ആകുമ്പോൾ ഈ ഫ്രെയിംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു വിടണം. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ തരാം. ഇത് മാത്രമല്ല, ഇന്നലെയും കുറച്ച് വർക്ക് നമ്മൾ കയറ്റി വിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും വ്ലോഗ് എടുത്തില്ല. എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഈ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി കുറച്ച് പരിപാടിയുണ്ട്, അത് നൈറ്റ് ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഇൻട്രോയിൽ പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ലോഗ് കാണണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരിക്കലും വ്ലോഗ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.